ഇനി ആ ഫസ്റ്റ് ലുക്കിന് വേണ്ടിയുള്ള കാത്തിരിപ്പില്ല, ട്രെയിലർ ഇറങ്ങുന്നുള്ള ഒരു ആകാംക്ഷയില്ല, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എങ്ങനെയും കാണണം എന്നുള്ളൊരു അതെല്ലാം ലാസ്റ്റ് എന്താ പറയുക, പുള്ളി രാഷ്ട്രീയത്തേക്ക് ഇറങ്ങുന്നു ലാസ്റ്റ് പടം എന്ന് പറയുമ്പോൾ തൊട്ട് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് വേണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ കുറേ നമ്മളെ അടുത്ത ഒരു സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ ഹേറ്റേഴ്സ് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, പടം ആവറേജ് ആണ് അല്ലെങ്കിൽ കൊള്ളൂല എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ അടുത്ത പടം ഏത് ഡയറക്ടറിൻ്റെ കൂടെ ആയിരിക്കും, നല്ല ഡയറക്ടറാണ് പറഞ്ഞാൽ ഒരു കിക്കാണ്. പിന്നെ അതിൻ്റെ ഫസ്റ്റ് ലുക്ക് കാര്യങ്ങൾ വരുന്നവരെയും ട്രെയിലർ വരുന്നവരെയും ഭയങ്കര ആകാംക്ഷയും കാത്തിരുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അതിനില്ല എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഒരു ചെറിയൊരു സംഭവമൊക്കെ ഉണ്ട്. ചെറുപ്പത്തിൽ എനിക്ക് പേഴ്സണലി ഗില്ലി തൊട്ടാണ് പുള്ളിനെ ഭയങ്കര ക്രൈസായി തുടങ്ങിയത്. പിന്നെ പുള്ളിയുടെ മിക്ക പടങ്ങളും അപ്പോൾ അങ്ങനെ ഇതാകുമ്പോൾ പുള്ളിനെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന, മേ ബി റിലീസിലൊക്കെ കാണാൻ പറ്റും. ഒരു പുതിയ പടം എന്നുള്ള രീതിയിൽ കാത്തിരുന്നൊരു പടം ജനനായകൻ എത്തിയിട്ടുണ്ട്. എന്താ പറയുക, ആ ഒരു ഫീലോടെ തന്നെ കാണണം. ഒരു വിജയ് ഫാൻ എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ പുള്ളിയെ ലാസ്റ്റായി കാണാമെന്നുള്ളൊരു സംതൃപ്തി സിനിമ തരും. ഞാൻ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ വേറെ അതൊന്നുമില്ല, ഇനി അടുത്ത പടം ഏത് ഡയറക്ടറിൻ്റെ കൂടെ ആയിരിക്കുമെന്ന് ആലോചിച്ചിരിക്കുക. പിന്നെ അതിൻ്റെ പൂജ നടക്കുന്നതും അതിൻ്റെ സ്റ്റില്ല് കാണാൻ വെയിറ്റ് ചെയ്യുക, പുള്ളിയുടെ ലുക്ക് എങ്ങനെയായിരിക്കും, മാറ്റം ഉണ്ടാവുമോ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ ഒരു ഇതുള്ളത് വിജയിൻ്റെ പടങ്ങൾക്ക് മാത്രമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പുള്ളി സെറ്റ് ചെയ്ത് വെച്ചൊരു ഓറയും സ്ക്രീൻ പ്രസൻസും എല്ലാം പിന്നെ ഇനി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇനി അങ്ങനെ ഒരു ആക്ടർ ഉണ്ടാവില്ല. എന്തായാലും താൽക്കാലികമായിട്ടാണെങ്കിലും പുള്ളിയുടെ ലാസ്റ്റ് പടം തന്നെയാണ്, കാരണം 5 വർഷം എന്തായാലും പറ്റൂല. ഇനി അതിന് ശേഷം പുള്ളിയുടെ തന്നെ അനുസരിച്ച് മിക്കവാറും പുള്ളി വരത്തില്ല എന്തായാലും. അങ്ങനെ ജനനായകൻ കണ്ടു. അങ്ങനെ അതിനെ വിട്ട് കഴിഞ്ഞൊരു പടത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഗംഭീര ടൈറ്റിൽ കാർഡ് ഇട്ട് സിനിമ തുടങ്ങും. CM ജോസഫ് വിജയ് എന്ന് പറയുന്ന അത്രയും ഹൈപ്പോടെ ഒരു ടൈറ്റിൽ കാർഡ് തുടങ്ങി ഒരു സീന് വരുന്നു, ഭയങ്കര ഗൂസ് ബംപ്സ് ആയിട്ട്. പക്ഷെ ആ തൊട്ട് സീൻ തന്നെ വളരെ കുളമാക്കിയെന്ന് പറയാം. അത്രയ്ക്ക് ഒരു പുള്ളി ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ വർക്കാവും എന്നുള്ളത്. അതിൽ തന്നെ കുളമായി. പിന്നീട് മമിത ബൈജുവിൻ്റെ ക്യാരക്ടറാണെങ്കിലും അതിൻ്റെ ചെറുപ്പം കാണിച്ചുകൊണ്ട് തുടങ്ങുന്നുണ്ട്. അതിൽ കുറച്ച് നന്നായിട്ടുണ്ടായിരുന്നു, ഇമോഷൻ സീൻസൊക്കെ വർക്കായിട്ടുണ്ട്. പിന്നീട് സിനിമ കുറേ ഒരു സീനുകളൊന്നും അത്ര വലിയ സുഖമില്ലാത്ത സീനുകൾ കൊണ്ട് പോകുന്നു. തളപതി കച്ചേരി എന്ന് പറഞ്ഞ പാട്ട് മിസ്പ്ലേസ് ആയി വെക്കുന്നു. നമ്മൾ സ്ഥിരം പടങ്ങളിൽ കണ്ടുവരുന്ന ക്രിഞ്ച് സാധനങ്ങൾ അവിടെ കുറേ ഉണ്ട്. പിന്നെ ഇത്തിരി റിലാക്സ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സാധനം, ഒരു ഹൈ കിട്ടിയരുത് എന്ന് പറഞ്ഞാൽ ഇന്റർവെൽ ബ്ലോക്കാണ്. പുള്ളിയുടെ ഒരു രാവണം അവനാന്ന് പറഞ്ഞിട്ട് ആ പാട്ടിലിങ്ങനെ പുള്ളിയുടെ ഒരു വരവും ആ ഫൈറ്റും എല്ലാം കിടുവായിരുന്നു. ആ ഇന്റർവെൽ സീക്വൻസ് കിടുവായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് സെക്കൻഡ് ഹാഫിൽ ഫ്ലാഷ് ബാക്ക് സീനിൽ ആ ഒരു ഇൻട്രോ ഉണ്ട്, അതും വൻ ഹൈപ്പോടെ നല്ല എലവേറ്റ് ചെയ്ത് ഒരു കിടിലൻ സാധനം, ഒരു ഹൈ തന്നൊരു പോയിന്റ് ആണത്. ഞാൻ പറയുകയാണെങ്കിൽ വിജയുടെ സ്ക്രീൻ പ്രസൻസും അനിരുദ്ധിന്റെ BGM-ഉം കൂടെ അത്യാവശ്യം ഈ സിനിമയിൽ പോസിറ്റീവ് എന്ന് പറയാൻ തോന്നിയ ഒരു കാര്യം അതാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എച്ച് വിനോദിന്റെ സ്ക്രീൻ പ്ലേ ഒക്കെ ഭയങ്കര മോശമായിരുന്നു. ഒരു നമ്മൾ കാണുന്നവർ ഒട്ടും ഇന്നാകാത്ത തരത്തിലുള്ള വീക്കായിട്ടുള്ള സ്ക്രീൻ പ്ലേ. വില്ലനാണെങ്കിൽ അത്ര മികച്ച രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു ക്യാരക്ടറേ അല്ല, ചുമ്മാ ഒരു വലിയ വലിയ സംഭവങ്ങൾ അടിച്ചു വരുന്നു. ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ ഭയങ്കര ഹൈടെക് പോലെയൊക്കെ കാണിച്ചുകൊണ്ട് ഈ എസ്പെഷ്യലി ക്ലൈമാക്സ് ഒക്കെ എന്തുവാ കാണിച്ചിരിക്കുന്നത് നമുക്ക് തന്നെ മനസ്സിലാവില്ല. അത്രയും ഒരു ശരിക്കും വിജയ്ക്ക് കിട്ടുന്ന ഒരു ഫെയർവെൽ മൂവി ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ പറയും. കാരണം വിജയുടെ ഒരു ആക്ഷനിലുള്ള പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ സിനിമയ്ക്കകത്ത് ഉണ്ട്, കുറേ സീൻസ് ഒക്കെ ഉണ്ട്, നല്ല മൊമെന്റ് ഒക്കെ നമുക്ക് തരുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ കംപ്ലീറ്റഡ് ആയിട്ട് വിജയ് ഷോ എന്ന് പറയാൻ പറ്റില്ല സിനിമ. കാരണം ഒരു നല്ലൊരു കഥയോ തിരക്കഥയോ ഒന്നും ഇല്ല സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൽ വിജയ് ഓഫ് കോഴ്സ് പൊളിറ്റിക്സിൽ ഇറങ്ങുന്നു എന്ന് തീരുമാനിക്കുന്ന ഈ സിനിമയുടെ അടിയിലായതുകൊണ്ട് അതിൽ കുറച്ച് പൊളിറ്റിക്കൽ മെസ്സേജ് സിനിമയിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഭഗവന്ത് കേസരിന്റെ തന്നെ മാക്സിമം സീൻസ് ആണെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഞാൻ ആ പടം കണ്ടിട്ടില്ല, ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു കോർ മാത്രം എടുത്തിട്ട് ചെയ്താണെങ്കിൽ ആ ഫ്ലാഷ് ബാക്ക് സീനിൽ ആ വിജയിന്റെ ക്യാരക്ടറിന്റെ ഓറയൊക്കെ അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി ആ പ്രകാശ് രാജിന്റെ വീട്ടിലോട്ട് പോകുന്ന സീനൊക്കെ ഒരു കിള്ളനായിരുന്നു. അങ്ങനെ 1-2 സീനുകൾ ഒഴികെ ഈ സിനിമയിൽ ഒന്നും തന്നെ എനിക്ക് ഇഷ്ടമായില്ല. കാരണം ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ ലെങ്ത്ത് 3 മണിക്കൂറൊക്കെ ഭയങ്കര ഒരു ഇഷ്യൂ തന്നെയാണ്. കണ്ട് മടുത്ത് അങ്ങനെ പോകും. അതായത് സിനിമയുടെ തുടക്കത്തിൽ നായകൻ ജയിലിലാണ്, പുള്ളി ഭയങ്കര സംഭവമൊക്കെ നടത്തിയിട്ട് ജയിലിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു സൂപ്രണ്ടിന് ഭയങ്കര ഇഷ്ടമാവുന്നത് പുള്ളിനെ മറ്റേ ഓഗസ്റ്റ് 15 പുറത്ത് വിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിന് മുമ്പ് കുറച്ച് സംഭവം ചെയ്യണതുകൊണ്ട് പുള്ളിനെ സസ്പെൻഷൻ ആക്കും.
അങ്ങനെ പുള്ളിയുടെ മകളെ വളർത്തേണ്ട സിറ്റുവേഷൻ വരും. പുള്ളി ഒരു ആക്സിഡന്റിൽ മരണപ്പെടുന്നു. പുള്ളിയുടെ മകളെ മിലിറ്ററി ആകണമെന്നാണ് ആഗ്രഹം, പക്ഷെ അവൾക്ക് ഫിയർ ഓഫ് ഹോബി ഉണ്ട്. അതെങ്ങനെ വന്നു, വില്ലനും അതുമായിട്ട് എന്ത് കണക്ഷൻ, വില്ലനും നായകനുമായിട്ട് എന്ത് കണക്ഷൻ തുടങ്ങിയ കഥയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അതിനിടയ്ക്ക് കെട്ടിയ പോലെ കുറച്ച് പൊളിറ്റിക്കൽ മെസ്സേജും സ്ത്രീ ശാക്തീകരണത്തിന്റെയും ഓഫ് കോഴ്സ് അതൊക്കെ നന്നായിരുന്നു. പക്ഷെ ഈ സിനിമയ്ക്ക് അത് അത്യാവശ്യമായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അതിൽ എഴുതിയിരിക്കുന്ന രീതി ഒരു ഫ്ലോ ഇല്ലാത്ത ഒരു സ്ക്രിപ്റ്റ് ആയിപ്പോയി. എവിടെ ഏത് സീൻ വെക്കണം എന്നറിയാത്ത പോലെയും, എസ്പെഷ്യലി ഞാൻ പറഞ്ഞില്ല ഇന്റർവെല്ലിന് മുമ്പ് ആ ഒരു പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം, തളപതി കച്ചേരിക്ക് മുമ്പ് കുറെ സീൻസ് ഉണ്ട്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്താ എഴുതി വെച്ചിരിക്കുന്നത് തോന്നും. സെക്കൻഡ് ഹാഫിൽ അതേപോലെ ആ ഫ്ലാഷ് ബാക്ക് സീൻ കഴിഞ്ഞും ഇതുപോലെ കുറെ സംഭവങ്ങളുണ്ട്. കുറച്ച് ട്രിം ചെയ്യായിരുന്നു. നമ്മൾ പിന്നെ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. മറ്റേ പാകിസ്ഥാൻ തീവ്രവാദിയാണോ അല്ലെങ്കിൽ അവിടെ നിന്ന് മറ്റേ RC വാർ എന്നൊക്കെ പറഞ്ഞ പോലെ റോബോട്ടിനൊക്കെ കൊണ്ടുവന്ന് റോബോട്ടൊക്കെ വന്ന് ക്ലൈമാക്സ് ഒക്കെ എന്തൊക്കെയോ കാണിച്ചു. അത്യാവശ്യം നല്ല കാസ്റ്റ് ഉണ്ടായിരുന്നു സിനിമയിൽ. വിജയ്ക്കൊപ്പം ബമിത ബൈജു, ബോബി ഡിയോൾ, പ്രിയാമണി, നരേൻ, അങ്ങനെ പ്രകാശ് രാജ്, സുനിൽ, അങ്ങനെ ഗംഭീര കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഏത് ക്യാരക്ടർ ഒരു ബലമില്ലാത്ത ഒരു ക്യാരക്ടറാണ്. ചുമ്മാ വന്നു പോകുന്ന പോലെ നമുക്ക് ഒന്നും ഫീൽ ആവുന്നില്ല. പിന്നെ മമിതയ്ക്ക് ക്ലൈമാക്സിൽ വിജയന്റെ കൂടെ നല്ലൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. പക്ഷെ അത് അത്യാവശ്യം അപ്ലോസ് കിട്ടേണ്ട ഒരു സംഭവമായിരുന്നു. പക്ഷെ അതുവരെ നമ്മളെ ക്ഷമയെ പരീക്ഷിച്ചത് കൊണ്ട് നമ്മൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. ഫോർ മീ ഒരു വിജയിന്റെ സിനിമ ഇനി കാണാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. പിന്നെ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനുവേണ്ടി വിജയ് എന്നൊരു മനുഷ്യനെ കണ്ട് പുള്ളിനെ അങ്ങനെ സ്ക്രീനിങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടി പോവാം. അല്ലാത്ത പക്ഷെ എനിക്കൊരു മൂവി അത്ര വർക്കായില്ല. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. പിന്നെ എന്തായാലും വിജയ് ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ എപ്പോഴെങ്കിലും വരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇത് CM ആകുന്നവരെ. ഇപ്പം അത് പോയി. എങ്കിലും ഒരു ആഗ്രഹം വന്നാൽ കൊള്ളായിരുന്നു.